ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെ വേണമെന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിലർ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ എന്താണ് അവരുടെ മനസ്സിലുള്ളൊരു കാഴ്ചപ്പാടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തേർഡ് പാർട്ടി റീഡിംഗ്, പേഴ്സൻ്റെ ഫീലിങ്സ് ഒക്കെ ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിരുന്നു. ഇപ്പോൾ തേർഡ് പാർട്ടി റീഡിംഗ് നമ്മളിപ്പോൾ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ, 3-4 ദിവസമേ ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഫീലിങ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതാണ്, നൈറ്റ് ഫീലിങ്സ് ആയാലും അല്ലാതെ ഇമോഷൻസ് ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം അടുത്ത ടോപ്പിക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് ആ ഒരു എനർജിക്കൊക്കെ വേരിയേഷൻസ് വരാനായിട്ട് നല്ലത്. മാത്രമല്ല, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് പുതിയതായിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സജസ്റ്റ് ചെയ്യാം. ഒരുപാട് വ്യക്തികൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. ആദ്യമേ തന്നെ നമുക്ക് കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ള ഒരു ഓവറോൾ എനർജി എടുക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Two of Swords, Nine of Swords, Four of Pentacles, Eight of Swords. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. 10 of Wands. ആകെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന ആരുടെയൊക്കെ സിറ്റുവേഷനാണ്. ഇവിടെ നമുക്ക് കാണാം വളരെ ക്രൂഷ്യലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന മിക്ക എനർജീസും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡീപ്പായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ ആ ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് മെയിനായിട്ട് കയറി നിൽക്കുന്നത് തന്നെ നിങ്ങളുടെ എനർജി ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചർ എന്താണെന്നുള്ള ഒരു ഉറപ്പും ഉണ്ടാവണമെന്നില്ല. ഇതിനകത്ത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്കും ഇതേ ഒരു എനർജി ആയിരിക്കാം. ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഒരുപാട് കഷ്ടപ്പെട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ഇതിനകത്ത് ആ ഒരു ആങ്സൈറ്റി, ഫിയർ, എന്നാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷമം, കുറ്റബോധം അതൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് സ്വസ്ഥത സമാധാനമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആരുടെയൊക്കെയോ എനർജീസാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിലാണ് ഈ പറഞ്ഞ സ്വസ്ഥതയും സമാധാനമൊക്കെ നഷ്ടപ്പെട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലിരിക്കുന്നതെന്ന് പറയുന്നത്, അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാം. ഒരുപക്ഷെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരുന്നുള്ള ആ ഒരു പേടിയായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷനും എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ടിരിക്കുന്നു, ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അവരുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ സ്റ്റക്കായിട്ടിരിക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് റിലീസ് ചെയ്ത് കളയാനും കഴിയുന്നില്ല. ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് വേദന അനുഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്രയൊന്നും വേദനയിലൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനത് ഉപേക്ഷിക്കാം, ഇനി എനിക്കിത് സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാനത് റിലീസ് ചെയ്യാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂമെൻറ്റ് നമ്മൾ വീണ്ടും അതിനകത്തേക്ക് തന്നെ വരിക. എത്ര വേദനയുണ്ടെന്ന് നമുക്കറിഞ്ഞാലും നമ്മളുടെ മനസ്സ് നമ്മൾ ഓർമ്മിപ്പിച്ചാലും നമുക്കത് പ്രത്യേക കാരണങ്ങൾ കൊണ്ട് കളയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ എന്തോരം വേദന അനുഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആ ഒരു ശുഭപ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിച്ചെറിയാൻ പറ്റാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും
ഇപ്പോൾ നിങ്ങൾക്കാവാം, നിങ്ങളുടെ പേഴ്സണാവാം ഇതിനകത്ത് ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു ഹെവി ഓവർലോഡായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാനസിക സംഘർഷം, തടസ്സങ്ങൾ, പക്ഷെ വിട്ടുകളയാൻ പറ്റുന്നില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് മനസ്സിനകത്തുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ആ ഒരു ആങ്സൈറ്റി, ഫിയറൊക്കെ ഉണ്ട്. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ള ഒരു ചിന്ത പോലും താങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. വെറുതെയാണ് ഇങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അയ്യോ നഷ്ടപ്പെട്ടു പോകുമെന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിലുള്ളവരുടെ തന്നെ എനർജി വന്നത് നന്നായി. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലാകുമ്പോൾ പേഴ്സൺ എന്താണ് അവരുടെ മൈൻഡ് അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്ലാൻ എന്താണ്, ഈ ഒരു അവസ്ഥയിൽ അവർ ഉപേക്ഷിച്ച് പോകാനാണോ തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റേതൊരു സിറ്റുവേഷനിലുള്ളവരെക്കാളും ഈ ഒരു സിറ്റുവേഷനിലുള്ളവരുടെ എനർജി വന്നത് നന്നായി എന്നാണ് പറയാനായിട്ടുള്ളത്. ഇനി അതുപോലെ ചില വ്യക്തികളുടെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപോലെ കൊണ്ടു നടക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ടാവും. അതിലൊന്ന് നിങ്ങളായിരിക്കും. അപ്പോൾ മറ്റൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഏത് തള്ളണം ഏത് കൊള്ളണം എന്നറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണോ, രണ്ടും ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിലൂടെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം പൂർണ്ണമായിട്ട് വേണ്ടാന്ന് വെക്കാമെന്ന് വിചാരിച്ചാൽ അവരുടെ മനസ്സ് അതിനെ അനുവദിക്കുന്നുണ്ടാവില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് മൂലം ഒരുപാട് സഫറിങ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അവരുടെ മനസ്സിൽ ഈ ഒരു ദുർഘടമായിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് അവർ മനസ്സിനകത്ത് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Apprentice of Pentacles, Six of Wands, Four of Swords, Nine of Swords, Eight of Cups, Three of Cups, Six of Cups, Temperance, Five of Wands, Ten of Swords, Elder of Pentacles, the Empress, High Priestess, Champion of Cups, the Wheel of Fortune. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എടുത്ത ആ ഒരു സ്പ്രെഡിനകത്ത് വന്നിട്ടുള്ള സെയിം എനർജി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ആ ഒരു 9 ഓഫ് സോർട്സ് എനർജി. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ ആ ഒരു മാനസികാവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം. ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിയെ ഒരുപാട് ടയർഡ് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഒരുപാട് എന്താ പറയുന്ന ആ ഒരു വിഷമഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അവർക്ക് ഒരു കുറ്റബോധമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു സ്വസ്ഥത ഇല്ലാത്ത ഒരവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ ആ ഒരു 9 ഓഫ് സോർഡ് എനർജി കണ്ടാൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെയാണെന്നുള്ളൊരു ഡബിൾ കൺഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും നേരത്തെ നമ്മൾ കണ്ടതുപോലെ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു അവസ്ഥയിലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല, ഇതുമായിട്ട് പ്രൊസീഡ് ചെയ്യാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി പേഴ്സണും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ആഗ്രഹം നമ്മൾ നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിനകത്ത് വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് കാണാം. മാത്രമല്ല എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് ക്രോസ് ചെയ്ത് നമ്മൾ വെട്ടിപ്പിടിക്കുക എന്ന് പറയില്ല, എന്ന് പറഞ്ഞതുപോലെ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ
അതായത് ചില റീഡിങ്ങിനകത്തൊക്കെ നമുക്ക് അവർ ഹൈഡിങ് എനർജിയും കാര്യങ്ങളൊക്കെ കാണാം. ഇതങ്ങനെയല്ല, വളരെ സ്ട്രോങ് ആയിട്ട് വളരെ എവിഡൻ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്ത് തടസ്സമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീക്ഷ്ണമായിട്ടുള്ള ആ ഒരു ആഗ്രഹം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും മനസ്സിനകത്ത് ഇങ്ങനെയുള്ളൊരു തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു ഫിയർ, ആങ്സൈറ്റി ഒക്കെ ഈ ഒരു പേഴ്സൺ അലട്ടുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു റെസ്റ്റിംഗ് എനർജി അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു, ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആണെന്നെങ്കിലും തോന്നുന്നുണ്ടാവാം ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇവരൊന്നും മിണ്ടാതിരിക്കുന്നത്. മിക്കവാറും ഈ ഒരു പേഴ്സൺ വലിയൊരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തരുന്നുണ്ടാവില്ല. വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും. നിങ്ങളോട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവർ ആ ഒരു ഭയത്തിലൂടെ പോകുന്നു. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പ്ലാനിങ് എനർജി ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. റെസ്റ്റിംഗ് ആണ്, വെയിറ്റിംഗ് എനർജിയാണ്, അനുകൂലമായിട്ടുള്ള സമയം വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് എന്നൊക്കെ പറയാം. അതായത് ആക്ഷൻ എടുക്കാനുള്ള ഒരു ഭയം അവിടെയുണ്ട്. മറ്റൊന്നും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൊരുതി തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ വളരെ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അത് വിജയിക്കാൻ കാണാത്തത് കൊണ്ടായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്, ഒരു ബ്രേക്ക് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇമോഷണലി ഇതിൽ നിന്ന് മാറിപ്പോവാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് പറയില്ലേ, ഈ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് വിട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടിയാൽ മതിയായിരുന്നു, എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുക എന്നുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ പോകുന്ന പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു പോയെങ്കിൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി. അപ്പോൾ അതിനൊക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അവർ വന്ന് നിൽക്കുന്നത് വീണ്ടും ഈ ഒരു പാസ്റ്റ് എനർജിയിൽ തന്നെയാണ്. അവർ എത്രത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സന്തോഷിക്കാൻ നോക്കിയാലും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു പേഴ്സണെ കൊണ്ട് അത് നടക്കുന്നില്ല. കാരണം അവർ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നിങ്ങളുടെ ചിന്തകളിലേക്കും കാര്യങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കത് വിട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർ മാനസികമായിട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് അതിന് കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ മേ ബി നിങ്ങളും ഇതേ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതേ ഒരു എനർജി നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഈ ഒരു പേഴ്സണ് ഒരു സ്വസ്ഥതയും സമാധാനവും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല. ഇതിനകത്ത് വർക്ക് ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തടസ്സങ്ങൾ എന്താണോ അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഒരു എന്താ നമ്മൾ പറയില്ലേ, വിജയിച്ച ആ ഒരു മനോഭാവത്തോടു കൂടി വരാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ കൊണ്ടൊന്ന് സ്റ്റക്കായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോസിങ് എനർജിയിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും എത്ര പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർ ഇതിനകത്തേക്ക് തന്നെ കറങ്ങി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ എവിഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബാലൻസിങ് എനർജിയാണ്, ഹാർമണിയായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ട് ഫൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഭയമുള്ളൊരു വ്യക്തിയായിരിക്കും. ചിലർക്ക് അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ആരെയും വേദനിപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പല രീതിയിലുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ വരുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ അവർ എല്ലാം സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജിയിലും നമുക്ക് ആ ഒരു പേഷ്യൻസ് ആണ് കാണുന്നത്. സമാധാനമായിട്ട് പോകാനായിട്ടുള്ള ഒരു അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ കാര്യങ്ങൾ അനുകൂലമല്ല, പക്ഷേ ഞാൻ തീർച്ചയായിട്ടും ഇത് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയും കൂടിയുണ്ട്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സോ ഫൈറ്റ്സോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കാം കൂടുതലും നിങ്ങൾ തമ്മിൽ വഴക്കും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ഒരു നിലയിൽ വരെ എത്തി നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. കാരണം ഒരു റിലേഷൻഷിപ്പിനകത്ത് നിന്ന് ഒരാൾ ഓടി ഒളിച്ച് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെ കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, വളരെ സൈലൻറ്റ് മോഡിൽ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതുപോലും ആ ഒരു പാർട്ട്ണറോട് കാണിക്കുന്ന ഒരു ചതിവാണ്. കാരണം അവരോട് പല കാര്യങ്ങളും തുറന്ന് പറയുന്നില്ല. ഈ പറഞ്ഞതുപോലെ അത്രയും നാൾ ആക്റ്റീവ് ആയിരുന്ന ഒരു വ്യക്തി വളരെ ഒരു പാസീവായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ട്ണർ വേദനിക്കുന്ന അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തതും കൂടി കൊണ്ടായിരിക്കും നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവരെ ആ ഒരു കുറ്റബോധം അലട്ടുന്നതും, അല്ലെങ്കിൽ അവർക്കൊരു സ്വസ്ഥതയില്ലാത്തതുമൊക്കെ അതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു പേഴ്സണും ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു മറ്റുള്ളവരുടെ ആ ഒരു
നിർബന്ധ ബുദ്ധി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ കൊണ്ടോ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതാണ് എന്നുള്ളൊരു കാര്യം നല്ലതായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ അറിയാം. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഒരു എൻഡിങ്ങിലേക്ക് എത്തിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇതിൻ്റെ ഒരു ഭാവി എന്ന് രണ്ടുപേർക്കും അറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇത് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഈ ഒരു സ്ഥിതിയിൽ വരെ കൊണ്ടെത്തിച്ചത് ഈ ഒരു പേഴ്സണിൻ്റെ നിവർത്തികേട് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിനായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് താൽക്കാലികമായിട്ടല്ല. ഇതിനകത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, എന്താ പറയുക, തേർഡ് പാർട്ടിയുടെ ഒബ്ജെക്ഷൻസ് ഉണ്ടാവാം. പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റേബിളായിട്ട് പോകണം എന്നുള്ളൊരാഗ്രഹമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എംപ്രസ് എനർജി കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രോത്ത് ഡെവലപ്മെൻറ്റൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം വളരെ ഒരു അൺകണ്ടീഷണൽ ലവ് നമ്മൾ പറയില്ല, അതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരിക്കലും ഒരു ലസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ മറക്കാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും അത് സാധിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിൽ തട്ടിയൊരു സംഗതിയാണ്. അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് ഈ ഒരു പേഴ്സൺ എപ്പോഴൊക്കെയോ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ മനസ്സിനകത്ത് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇനിയും നിങ്ങൾ തുടർന്നും വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു എനർജി എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ട് നിങ്ങളോടുള്ള ഒരു താല്പര്യം, സ്നേഹം, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരവസ്ഥ ഒക്കെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. മറ്റെന്ത് വികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ വേറെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാം. ചിലതിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം, ഫിസിക്കലി ഉള്ള കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മുടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫെയിമും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം. പക്ഷേ ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം സെക്കൻഡ് കാറ്റഗറിയാണ്. ആ ഒരു പേഴ്സണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ പോലും വിചാരിച്ചു കഴിഞ്ഞാൽ പോലും വേണ്ടാന്ന് വെക്കാനായിട്ട് കഴിയില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരാനായിട്ട് വളരെ സ്റ്റേബിളായിട്ട് കമ്മിറ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയില്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ മാരേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയൊന്നും ഇപ്പോഴും ഈ ഒരു പേഴ്സണ് വിട്ടു പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അതുപോലെ നമുക്കിവിടെ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി കാണാം. അപ്പോൾ ഇതെല്ലാം ആ ഒരു മേജർ ആർക്കാന കാർഡ്സ് തന്നെയാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഡീപ്പ് ബോണ്ടിങ് എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്ക് പോലും അറിയുന്നില്ല. പക്ഷേ വീണ്ടും വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ വരാനായിട്ട് അല്ലെങ്കിൽ ഇത് കൂടുതൽ നല്ല രീതിയിലേക്ക് മാറുന്നുള്ള ആ ഒരു ഇന്നർ വോയിസ് ഈ ഒരു പേഴ്സണ് പലപ്പോഴായിട്ട് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ നമ്മളോട് പല കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഗട്ട് ഫീലിംഗ് നമ്മൾ ചില കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. അപ്പോൾ ഈ എന്ന് പറയുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നല്ലൊരു ലെവലിലേക്ക് പോകും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ മൈൻഡ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു ഭാവി ഉണ്ടാവാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഈ ഒരു വ്യക്തിയോട് മറ്റാരെങ്കിലും ചോദിക്കുകയാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടല്ലോ എന്തുകൊണ്ട് അവരെ വിട്ട് കളഞ്ഞുകൂടാ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ അവസാനിപ്പിച്ചുകൂടാ എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് ചിലപ്പോൾ മറ്റൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇത്രയും ഒരു സഫറിങ്ങും കാര്യങ്ങളും ഉണ്ടായാലും ഇത് കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്നില്ല. നമ്മളൊരു എനിഗ്മാറ്റിക് കണക്ഷൻ എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും വളരെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാം. മാത്രമല്ല അവരുടെ ചിലപ്പോൾ എന്താണ് അവർ മനസ്സിൽ ഇതിനകത്ത് വിചാരിക്കുന്നതെന്ന് ആരോടും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. വളരെ മിസ്റ്റീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്നുണ്ടാവാം. ചിലപ്പോൾ പല ഡീപ്പായിട്ടുള്ള കണക്ഷൻസിലും നമ്മളത് കാണുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പേഴ്സണെ വിട്ട് കളയാൻ പറ്റാത്തത്, ഇതിനകത്ത് ഇന്ന പോലെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്, വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ തടസ്സമായിട്ട് ലൈഫിലേക്ക് കടന്നു വരാം, പക്ഷേ എന്തുകൊണ്ട് എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല പ്രപ്പോസൽ വരുന്ന വ്യക്തികളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് ലൈഫിലേക്ക് വരാം, പക്ഷേ അതൊന്നും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് അതൊന്നും ഒരു തൃപ്തി തരുന്നില്ല. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും
ആ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുന്നത് പോലെ ഇവരിലേക്ക് തന്നെ നമ്മൾ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരാൾക്കും കഴിയണമെന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് ചിലപ്പോൾ അവനവന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു 100 ആൻസേഴ്സ് ഉണ്ടാവാം. ഇതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ എനിക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണെന്നുള്ളത് ഫൈനലി പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടോ ഈ ഒരു പേഴ്സണ് ഒരുപാട് ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളോടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് വിട്ട് കളയാനോ അല്ലെങ്കിൽ അവർ പോലും വിചാരിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പോകാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകണം, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് കരുതുന്ന ഒരു എനർജിയും കൂടിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ചെയ്തൊരു റീഡിങ്ങിൽ ഈ ഒരു ടൈപ്പ് എനർജി കയറി വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതുപോലെയുള്ള ആ ഒരു വ്യക്തികളുടെ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ പാർട്ട്നേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഇത് കൂടുതൽ കേൾക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജീസൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ ടെമ്പറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും, അതുപോലെ എംപ്രസ്, ഹൈ പ്രീസ്റ്റസ്, നമുക്കിനി വീൽ എനർജി വരുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു മേജർ ആർക്കാന കാർഡ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ കാര്യമായിട്ട് ഇത് വേണം എന്നുള്ള ആ ഒരു തീവ്രമായിട്ടുള്ളൊരു എനർജി നമുക്ക് കാണാം. ഇതുപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാമ്പ്യൻ ഓഫ് കപ്സ് ആൻഡ് വീൽ എനർജീസ് ഒക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ, ഒരു കുന്നിനൊരു കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ കുറച്ച് നിങ്ങളുടെ ഒരു സാഹചര്യം മോശമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വരും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മനസ്സിനകത്ത് ഓരോരുത്തരും ഡ്രീം ചെയ്യുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. മാനിഫെസ്റ്റേഷൻ ഡ്രീംസ് ഒക്കെ ഈ ഒരു പേഴ്സൺ ചെയ്യുന്നുണ്ടാവാം. തീവ്രമായിട്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതാണ്, ആ ഒരു പാസ്റ്റ് എനർജി കണ്ടതാണ്. കൂടുതലായിട്ട് നിങ്ങളുടെ ചിന്തകളിൽ, അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഒക്കെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും എത്ര അവർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ ചിന്തകളിലേക്ക് തന്നെ ഈ ഒരു പേഴ്സൺ വരുന്നുണ്ടാവാം. ഫുള്ളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു ഫേവറബിൾ ടൈം വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. വളരെ കെയർഫുള്ളായിട്ട് ഓരോ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം അവർക്കിപ്പോൾ സൈലൻസിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആക്ഷനൊന്നും ഈ ഒരു പേഴ്സൺ എടുക്കാത്തത് കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം. ചിലപ്പോൾ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്തും ഒരുപാട് ഇത് വേഴ്സ് ഒരു സാഹചര്യത്തിലേക്ക് പോകണ്ട, ഉള്ളതും കൂടി ഇല്ലാതാക്കണ്ട നമ്മൾ ചിലത് പറയാറുണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനകത്ത് തടസ്സവും ഈ ഒരു പേഴ്സണും മാനസിക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറ്റബോധമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതെല്ലാം തിരുത്തി വളരെ സ്റ്റേബിളായിട്ട് ഇത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 3, നമ്പർ 6, നമ്പർ 9, നമ്പർ 10 ആൻഡ് നമ്പർ 14. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, അക്വേറിയസ്, ജെമിനായി, ലിയോ, സജിറ്റേറിയസ് ആൻഡ് ടോറസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലുള്ളവർ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.